ഹലോ, നമ്മളിന്ന് കാസർഗോഡിനടുത്ത് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് യാത്ര. കാസർഗോഡ് നിന്ന് ഏകദേശം 44 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക്. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് പോകാനായിരുന്നു ആദ്യം പ്ലാൻ ഇട്ടത്. അമ്പലത്തിലേക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മൂമ്മയും പിന്നെ അവൻ്റെ അമ്മായിയും കൂടി. അമ്മായിയുടെ മകളുടെ മകനും കൂടി നമ്മളെ കൂടെയുണ്ട്, ഒരു പോക്കിരി. ഇതാണ് ഞാൻ പറഞ്ഞ പോക്കിരി, വിക്കിക്കുട്ടൻ. വിക്രാന്ത് എന്നാണ് ആളെ പേര്. ആളിങ്ങനെ ഇരിക്കും നോക്കണ്ട, ആളൊരു കില്ലാടിയാണ്. അങ്ങനെ നമ്മൾ ഗാളിമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഗാളിമുഖം കർണാടക സംസ്ഥാനത്തിൽപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇതുവഴി പോകുമ്പോൾ നമ്മൾ കർണാടക പ്രദേശമായ ഈ ഗാളിമുഖം കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കേരളത്തിലേക്ക് തന്നെ പ്രവേശിച്ച് പിന്നെയും കർണാടകയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതാണ് കൊട്ടിയാടിപ്പാലം. കൊട്ടിയാടിപ്പാലം കേരളത്തിലാണ്. അങ്ങനെ നമ്മളിപ്പോൾ കേരളത്തിൽ പ്രവേശിച്ചു. ഇതുവഴിയാണ് അടൂർ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മൾ അടൂർ എത്തിയിരിക്കുകയാണ്. അടുത്ത ജംഗ്ഷൻ അടൂർ ജംഗ്ഷനാണ്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. റൈറ്റിലോട്ട് അടൂർ ക്ഷേത്രത്തിലേക്കുള്ള റോഡാണ്. അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനായിരിക്കുന്നത്. ഈശ്വരമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, കർണാടകയിലെ ഈശ്വരമംഗലം. ഇവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ട ക്ഷേത്രത്തിലേക്കുള്ള വഴി. അവിടെ ഒരു കവാടമൊക്കെ ഉണ്ട്. എല്ലാം കർണാടകത്തിലാണ് ബോർഡുള്ളത്. ഹനുമാൻഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പഞ്ചമുഖി ആഞ്ജനേയ ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര്. ആഞ്ജനേയ സ്വാമിക്ക് സാധാരണയായി വെറ്റിലമാലയാണ് കാണിക്കയായിട്ട് അർപ്പിക്കാറുള്ളത്. 100 രൂപയാണ് ഒരു വെറ്റിലമാലയുടെ വില. കർണാടക സംസ്ഥാനത്ത് കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഈശ്വരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആഞ്ജനേയഗിരി എന്ന് പറയുന്ന ടെമ്പിളാണ് നമ്മുടെ ഈ പ്രദേശത്ത് കാണുന്നത്. അതായത് ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ആഞ്ജനേയഗിരിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഈ സൈഡിലെല്ലാം മതിലുകളിൽ ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന കുറേ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അടൂര് എന്ന് പറയുന്ന കേരളത്തിലെ അടൂര് അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ആഞ്ജനേയഗിരിയിൽ നമുക്ക് ഒരു ദിവസം ഫാമിലിയായിട്ട് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് ഉച്ചയ്ക്ക്. അപ്പോൾ ഈ ആഞ്ജനേയഗിരിയിലെ കാഴ്ചകളിലേക്ക് സ്വാഗതം. വെൽക്കം ടു ലാസ്റ്റ് പള്ളി. ഈ ക്ഷേത്രത്തിന് അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു ടൗൺ എന്ന് പറയുന്നത് സുള്ളിയാണ്. ഏകദേശം 5 കിലോമീറ്റർ അകലെയാണ് സുള്ളിയ ടൗൺ സ്ഥിതി ചെയ്യുന്നത്. പതിനൊന്നടി ഉയരമുള്ള പഞ്ചമുഖ ഹനുമാൻ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ ശ്രീകോവിൽ ഈ ക്ഷേത്രത്തിനില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്.
നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹനുമാനും ശ്രീരാമനും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് തന്നെ കുറച്ച് മുകളിലായി ശ്രീരാമക്ഷേത്രവും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലുള്ള കൊത്തുപണികളുള്ള കുറേ ശില്പങ്ങൾ നമുക്ക് കാണാം. ഇതൊക്കെ ഒറ്റ പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ്. ഇവനാണ് നമ്മുടെ വീഡിയോയിലെ നായകൻ. നീയല്ലേ മെയിൻ ക്യാരക്ടർ? ഇവിടെയാണ് നമ്മുടെ ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പടികൾ കയറി വേണം നമുക്ക് ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകാൻ. എന്താ ക്ഷീണം പിടിച്ച ഇനെ തോർത്തെടുത്തിനല്ലേ? കാല് ചൂടുണ്ട്. ചൂടുണ്ട്. ഇപ്പം ഏകദേശം ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. കാലിലും നല്ല പൊള്ളലാണ്. ഏകദേശം 26 അടിയോളം വലിപ്പമുള്ള ശ്രീരാമ വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശനിയാഴ്ചയാണ് കൂടുതലും തീർത്ഥാടകർ വരുന്നത്. എല്ലാ ദിവസവും ഇവിടെ പൂജ നടത്താറുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ പാറക്കല്ലിലാണ് ഇവിടുത്തെ എല്ലാ കൊത്തുപണികളും നടത്തിയിട്ടുള്ളത്. ഇതുപോലത്തെ പാറയിലാണ് ഒരു സൈഡ് ചെത്തി അതിൽ കൊത്തുപണി നടത്തിയിട്ടുള്ളത്. എന്താ ബാമേ ഇവിടെ ഒരു ഗോശാലയുണ്ട്. ഇതൊരു കാളയാണ്, നല്ല പ്രായമായ കാളയാണ്. അതുകൊണ്ട് നല്ല അവശതയിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ പുറത്ത്
അതായത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഒരു ഗോശാലയുണ്ട്. അവിടെ ഏകദേശം ഒരു 50ഓളം പശുക്കളും കാളകളുമായിട്ട് ഉണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം നൽകി വരാറുണ്ട് ഇവിടെ. ക്ഷേത്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഗോശാല സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് ഗോശാലയിലേക്കുള്ള വഴി. ഏകദേശം 50ഓളം പശുക്കളും കാളകളുമായിട്ട് വസിക്കുന്ന ഒരു ഗോശാലയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പഞ്ചമുഖി ഹനുമാൻ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.